ഇതിൽ വിശ്വാസത്തെ ഹനിക്കുന്നത് ഒന്നുമില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അതിലുള്ളത് ഒരു താളമാണ്. ആ താളം ഒരു തരത്തിലും വിശ്വാസത്തിന് വിരുദ്ധമാകേണ്ടതില്ല. നമ്മുടെ കൈകാൽ ചലനങ്ങൾ വിശ്വാസത്തെ ഹനിക്കുന്നതല്ലല്ലോ. സൂംബയ്ക്ക് പ്രത്യേക വേഷമില്ല. ഏത് വേഷത്തിലും നിന്ന് ചെയ്യാവുന്നതാണ്. വീടുകളിൽ പരിശീലിക്കുന്നവർ ബർമുഡയോ കാൽശരായോ ടീഷർട്ടോ ഒക്കെ സൗകര്യം പോലെ ധരിക്കും. ജിമ്മിൽ പോകുന്ന വേഷത്തിൽ സൂംബ കേന്ദ്രത്തിലെത്തുന്നവരുണ്ട്. സ്കൂളിൽ പരിശീലിക്കുമ്പോൾ ആ വേഷത്തിന്റെ ഒന്നും ആവശ്യമില്ല. യൂണിഫോമിലാണ് സ്കൂളിൽ ഡ്രില്ലിൽ പങ്കെടുക്കുന്നത്. അതേ വേഷത്തിൽ ചെയ്യാവുന്നതേയുള്ളൂ സൂംബ നൃത്തവും. വേഷവും താളവും ഒരു വിശ്വാസത്തെയും ഹനിക്കുന്നതല്ല. ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് മുന്നിലുള്ളത്. 2 പതിറ്റാണ്ടായി ലോകമെങ്ങുമുള്ള ജനത ഏറ്റെടുത്തതാണ്. അത് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കാം. അതിനു മുമ്പ് എന്താണ് അതിൽ വിശ്വാസത്തെ ഹനിക്കുന്നതായി ഉള്ളതെന്ന് സ്വന്തം തലമുറയെ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾ തെറ്റുകാരാകും. വിശ്വാസത്തെ ഹനിക്കുന്നതായി ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യാം. മറ്റുള്ളവർക്ക് സൂംബ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നാൽ അർത്ഥം എന്താണ്? താലിബാൻ ഭരണത്തിന് കീഴിലാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമല്ലേ അത്? അത്തരമൊരു പ്രഖ്യാപനമൊന്നും ജനാധിപത്യ മതേതര രാജ്യത്ത് നടത്താതിരിക്കുകയല്ലേ നല്ലത്.